guys, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതൊരു മണ്ഡല ബോട്ടിൽ ആർട്ടാണ്. അതിനുള്ള മെറ്റീരിയൽസ് റിക്വയർഡ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബ്ലാക്ക് കളറുള്ളൊരു പെയിൻറ്റാണ്. ഞാനിപ്പോൾ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ മോസ്റ്റ്ലി ആക്രിലിക് പെയിൻറ്റാണ് സജസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആക്രിലിക് പെയിൻറ്റ് ഡ്രൈ ആവാനും അതുപോലെ തന്നെ പെട്ടെന്ന് നാശമായി പോവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ബോട്ടിലിൻ്റെ കുറച്ച് പോർഷൻ മാത്രം പെയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് തറവായിട്ടൊന്ന് ബോട്ടിലിൻ്റെ ഒരു സ്പെസിഫിക് പോർഷനിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് നമ്മളൊരു സ്പോഞ്ച് എടുത്തിട്ട് അത് നല്ല ഈവൻലി എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ അപ്ലൈ ചെയ്ത സംഭവം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ആർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഇപ്പം പെയിൻറ്റ് അപ്ലൈ ചെയ്തത്. അതിന് ശേഷം മാത്രമേ ഞാൻ മുകളിലും താഴെയും അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ നല്ല രീതിയിലൊന്ന് സ്പോഞ്ച് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ അപ്പ് സൈഡിലും ഡൗൺ സൈഡിലും എല്ലായിടത്തും നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളർ ആർക്ലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മളൊരു പെൻസിലിൻ്റെ ഈ എൻഡ് പോർഷൻ ജസ്റ്റ് അതിൻ്റെ ക്യാപ്പിലുള്ള കുറച്ച് പോർഷൻ അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബോട്ടിലെടുത്തിട്ട് ഞാൻ ആർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സെൻറ്റർ നോക്കി ഞാനൊരു ഗെസ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നോക്കി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ ഞാനിപ്പോൾ ഒരു ഗെസ്സ് വെച്ചിട്ട് 3 സ്ഥലത്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കളർ ചൂസ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് കളറായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റെഡാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കളർ റെഡ് എടുത്തിട്ടുണ്ട്. ഈ റെഡും ഇത് ഞാൻ യെല്ലോ ചെയ്ത സെയിം മെത്തേഡിൽ ഇത് ഡിപ്പ് ചെയ്ത് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് മാത്രം ഞാൻ 4 സ്പേസസിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോയുടെ 4 ഡിറക്ഷൻസിലായിട്ട് ഞാൻ റെഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ്, ഈ ഒരു കളർ പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് എന്നൊരു കളർ പാറ്റേണിൽ നമ്മൾ ഫുള്ള് സർക്കിൾ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതേ സെയിം കളർ പാറ്റേൺ തന്നെ മുകളിൽ, അതായത് ഈ ആർട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് ലൈൻ പോലെ റൗണ്ടായിട്ട് നമ്മൾ ഇതേ സെയിം കളർ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ പാറ്റേൺ ആയാലും ഈ ഒരു ഡിസൈൻ ആയാലും അതിൻ്റെ ഒരു സ്പേസ് ആയാലും എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ വിഷ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ലൈനായിട്ട് ചെയ്യുന്ന ഇതിന് പകരം നിങ്ങൾക്ക് കയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ നിങ്ങളുടെ സജഷൻസ് കൂടി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ